ഇന്ന് ആഡംബരത്തിന്റെ ലഹരിയിൽ ജന്മം തന്ന മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്ന മക്കളുടെ കഥ ഞങ്ങൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. നൊമ്പര കാഴ്ചകൾ. നമുക്കൊരു പുതിയ കൂട്ടുകാരനും കൂടി വരുന്നുണ്ടോ? ശരിയാ, അവർ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. മക്കൾ അവരെ കൊണ്ട് മടുത്തുവെന്നാ തോന്നുന്നത്. ഇവിടെ മന്ദിരത്തിൽ കൊണ്ടുവരികയാണ്. ഒന്ന് നീക്കാൻ പറ്റാ അവിടെ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. Excuse me, Anjo. I'm Sunny from UK. ഞാൻ ഇന്നലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് ഇവിടെ ഒരു റൂം വേണം. പണം എനിക്കൊരു പ്രശ്നമല്ല. സണ്ണി, പണത്തിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമല്ല. ആശ്രയമില്ലാത്തവർക്ക് ഒരു അഭയകേന്ദ്രം, അല്ലാതെ ഇതൊരു ലക്ഷറി ഹോട്ടലല്ല. See, father, I am a businessman. ഞാൻ എപ്പോഴും തിരക്കിലാണ്. UK-യിൽ എപ്പോഴും എനിക്ക് ബിസിനസ് പ്രശ്നങ്ങളുണ്ട്. വൈഫിനോ? ഞാനോ? എനിക്ക് ദൂരോട്ട് കാര്യമില്ല. പള്ളി, ക്ലബ്, സൊസൈറ്റി എന്തും വേണ്ട. അന്നൊന്ന് ഫേസ്ബുക്ക് പോലും നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പോഴേ പ്രായം അവനെ. I don't want to take up to school, man. അമ്മയപ്പന്മാർ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തും. പ്രായമാകുമ്പോൾ പിന്നെ മക്കൾക്ക് അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. നിങ്ങളും മൊത്തവും നിങ്ങളെയും കാത്ത് ഒരിക്കൽ ഒരു പ്രായാധിക്യം കടന്നു വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയപ്പന്മാരുടെ അവസ്ഥകൾ. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സമയമുണ്ടെങ്കിൽ ക്രിസ്മസിനെ ഫോൺ ചെയ്യാം. എന്റെ അച്ചായ അവസ്ഥയിലാണ് ഞങ്ങളും. സാരമില്ല, കർത്താവ് നമ്മെ കാക്കുവാനും കരുതുവാനുമുണ്ട്. ശരി, നല്ലൊരു ക്രിസ്മസ് ആയിട്ട് നമ്മളിങ്ങനെ എങ്ങനെയാ ക്രിസ്മസ് ആഘോഷിക്കാം. ലോകനാഥന്റെ തിരുജന്മം കൊണ്ടാണ് ക്രിസ്മസ് സ്നേഹാലയത്തിന്റെ പുലരിയിലും കടന്നു വന്നിരിക്കുന്നത്. ഹലോ ജോ, നീ കൊണ്ടുവന്ന സമ്മാനം എനിക്ക് കിട്ടിയടാ. നല്ലതായിരുന്നടാ. ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു. ഇനി എന്നാണോ എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്? വിളിച്ചില്ലല്ലോ. സണ്ണിമോ വിളിക്കും. ഇന്ന് ക്രിസ്മസ് അല്ലേ, സണ്ണിമോ വിളിക്കാതിരിക്കത്തില്ല. അപ്പച്ചനൊന്ന് സമാധാനമായിട്ടിരിക്കൂ. അവൻ വിളിക്കും. എനിക്കൊരു ഫോൺ വന്നല്ലോ. ഹലോ എലിസബത്ത്. ഓക്കെ, പറഞ്ഞോളൂ. എപ്പോഴാ? അയ്യോ, എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? ഓക്കെ, ഞാൻ അപ്പച്ചനോട് പറഞ്ഞാൽ ഓക്കെ. എലിസബത്താണ് വിളിച്ചത്. സണ്ണിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ അവൻ ക്ലബിലെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോയതാണ്. അവൻ അമിതമായി മദ്യപിച്ചിരുന്നു. കുഴപ്പമില്ല, അവനെ വിശ്രമിക്കും. അവൻ വരും അപ്പച്ച. സമാധാനം വേണ്ടി സമാധാനം
ആറ് മാസങ്ങൾക്ക് ശേഷം സ്നേഹാലയത്തിന്റെ ഒരു പ്രഭാതം. അയ്യോ, ഇതെന്റെ മോൻ സണ്ണിയല്ലേ? സണ്ണി, എലിസബത്ത്, മോളെ, ഇതെന്താ പറ്റി? സണ്ണി, നിനക്ക് സുഖമായില്ലടാ? നിനക്ക് സുഖമായില്ലടാ? സണ്ണി, മോളെ എലിസബത്ത്, അച്ഛനെ വിളിച്ച അച്ഛ, സണ്ണി, ഈ എലിസബത്ത് ഒന്നും പറയുന്നില്ല. സണ്ണിക്ക് സുഖമായില്ലേ? സാക്ഷിമാർ പറയുന്നു ഇനി എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ലെന്നാ. കുറെ പൈസ കളയാനല്ലാതെ വേസ്റ്റ് ഓഫ് ടൈം. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എന്റെ ജീവിതമാണ് എനിക്ക് വലുത്. ഈ ഭാരത്തിന് എനിക്ക് ചുമക്കാൻ വയ്യ. ഇന്ന് ഈ നിമിഷം ഇങ്ങനെ ഞാൻ ഇവിടെ എത്തിച്ചിട്ട് പോകുന്നു. എന്റെ മകളെ കൊണ്ട് ഞാൻ തിരിച്ച് യുകെക്ക് ഇന്നലെ മടങ്ങിയാണ്. ഗുഡ് ബൈ. എന്റെ മോനെ സണ്ണി, മോനെ എന്തൊരു പറയണം. എന്തൊരു പറ അച്ഛ, ഇനി ആരുണ്ട് അച്ഛ? അപ്പാ അപ്പാ പറ. എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. തിരുവനന്തപുരം ഞാനുണ്ടോ നിനക്ക്? നിന്നെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നെ ഞാൻ അച്ഛ, ഇവനെ നമുക്കിവിടെ നോക്കണം അച്ഛ, നമുക്കിവിടെ നോക്കണം അച്ഛ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും മാതാപിതാക്കളെ തള്ളിക്കളയരുത്. നമ്മുടെ എല്ലാ നന്മകൾക്കും തുടക്കം അവരാണ്. ഈ ലോകനാഥന്റെ ജനനം നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ജീവിക്കട്ടെ. വീടെല്ലാം കൊണ്ട് പോയിട്ട് നിങ്ങളുടെ കഥയിലെ നായകൻ, സോറി നായകൻ ഇതാണ് മിസ്റ്റർ ചാക്കോച്ചൻ. എന്തോ വാക്കിച്ചനോ നല്ല തലവേദനയുണ്ട്, ക്ഷീണമുണ്ട് പറയുമ്പോ. കഥാനായകൻ ലിൻസൺ എബ്രഹാം അവതരിപ്പിക്കുന്നു സണ്ണി. വൃദ്ധാലയത്തിലെ ഒരു അംഗം. ഞങ്ങളുടെ വികാരി അച്ഛൻ, സോറി സ്നേഹാലയത്തിലെ അച്ഛൻ. ഈശോ ശരിക്കും സ്തുതിയായിരിക്കട്ടെ. ഫോട്ടോഗ്രാഫറിന്റെ ഡാൻസ് ഒപ്പിക്കുന്നു. സിനിമോട്ടോഗ്രാഫർ നായിന്റെ മകൻ ബാലതാരം, ഭാവിയിലെ ബാലതാരം മാസ്റ്റർ മങ്കിപ്പള്ളി സെക്കൻഡ് പാർട്ട്. കാറ്റുപോയി കരളു പോയി ട്രിപ്പായി പോയി മച്ചാനെ വൈറ്റ് ഹൗസിൽ നൈസായി